യേശുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ ഭാഗം വിശുദ്ധ ലൂക്കാസ് ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗമാണ്. യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നൊരു ഭാഗമാണത്. ആദ്യമേ തന്നെ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി നമുക്ക് തടാകത്തിൻ്റെ മറുകരയിലേക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി, വഞ്ചിയിൽ വെള്ളം കയറി, അവർ അപകടത്തിലായി. അവർ അടുത്തു വന്ന്, ഗുരു ഗുരു, ഞങ്ങളിതാ നശിക്കുന്നു, നീ ഇത് കാണുന്നില്ലേ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു, ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ. ഇതാണ് ആ വചനഭാഗം, 22 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങൾ. ഇനി ഇതിൽ നമ്മൾ നിലവിൽ കേട്ടിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ചിന്താഗതികൾ എന്ന് പറയുന്നത്, യേശു മരത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ വഞ്ചിയിൽ എന്നിട്ട് കാറ്റുണ്ടായി, വഞ്ചിയിൽ വെള്ളം കയറുവാൻ തുടങ്ങി. അപ്പോൾ ആ മരത്ത് കിടന്ന് ഉറങ്ങുന്ന യേശു എന്നിൽ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിൽ ഞാൻ കേട്ടിരിക്കുന്ന ഒരു വ്യാഖ്യാനം. കാരണം ആ അമരത്ത് കിടന്നുറങ്ങുന്ന യേശു നമ്മിലുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ സാധിക്കും എന്നുള്ളതാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവണമെന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ പോയിൻറ്റും എടുത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി നമുക്ക് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാം എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി നമുക്ക് തടാകത്തിൻ്റെ മറുകരയിലേക്ക് പോകാമെന്ന്. അപ്പോൾ അവിടെ പറയാണ് അതൊരു തടാകമായിരുന്നു എന്ന്. മറ്റുള്ള സുവിശേഷ ഭാഗങ്ങളിൽ ചിലയിടത്ത് അത് കടലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ് അത് തടാകമായിരുന്നു എന്ന് പറഞ്ഞാൽ തടാകത്തിൻ്റെ മറുകരയിലേക്ക് പോകാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ തടാകം എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റും കോളും ഇല്ലാതെ ചെറിയ രൂപത്തിൽ ഓളങ്ങൾ, ചെറിയ തോതിൽ ഓളങ്ങൾ വരുന്ന ഓളങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുള്ള ഒരു ഭാഗത്തിനെയാണ് നമ്മൾ നിലവിൽ തടാകം എന്ന് പറയുന്നത്. ഒരു വലിയ തിരമാലയോ കാര്യങ്ങളോ ഒന്നും ഈ തടാകത്തിൽ ഉണ്ടാവുകയില്ല. അതിന് മറുകരയിലേക്ക് പോകാമെന്നാണ് യേശു പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിരമാല ഉണ്ടാവാത്തൊരു അവസ്ഥയിലുള്ള സ്ഥലം, ചെറിയ തോതിൽ ഒരു ഓളങ്ങൾ വരുന്ന ഒരവസ്ഥ, അതാണ് തടാകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നവൻ പറഞ്ഞു. അവർ പുറപ്പെട്ടു. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ നോക്കണേ ആ ഭാഗം, അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. എപ്പോൾ? അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ഒരു ഉറക്കം യേശുവിനുണ്ടോ? അവൻ 24 മണിക്കൂറും ഉണർന്നിരിക്കുന്നവനാണ്. അവന് ഒരു ഉറക്കമില്ല. പക്ഷേ എന്താണ് ഇവിടെ ഉറക്കം എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കും. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, അവർ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരിൽ അവൻ ഉറങ്ങുകയായിരുന്നു. ഈ ഭാഗം നമുക്ക് അങ്ങനെ വേണം വ്യാഖ്യാനിക്കുവാനായിട്ട്. അവർ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരിൽ അവൻ ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ എന്നുള്ള വാക്ക് അവിടെ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കും ഇതിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനം എന്ന് പറയുന്നത്, നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ യേശു ഉറങ്ങുകയാണോ അല്ല അവൻ ഉണർന്നിരിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ടത്. ഓക്കെ, അപ്പോൾ അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി. അപ്പോൾ അവരിൽ അവൻ ഉറങ്ങുകയായിരുന്ന സമയത്ത്, അപ്പോൾ അവർ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ അവൻ, അപ്പോൾ യേശു അവിടെ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ട് എന്നുള്ള ചിന്താഗതി അവർക്കില്ല. അതാണ് യേശുവിൻ്റെ അവരിൽ അവൻ ഉറങ്ങുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് നോക്കിയാൽ പിശാച് കയറി അടിക്കുന്ന നോക്കിയാൽ അപ്പോൾ കൊടുങ്കാറ്റുണ്ടായി. എവിടെ? നമ്മൾ 100% ഒരു പ്രതിസന്ധി ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കുന്നിടത്ത്, ഒരു തടാകത്തിൽ ഒരു തിരമാല ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ പോലും ഇതാ ഒരു വലിയ ഒരു പൈശാചിക സാന്നിധ്യം, ഒരു തിരമാല ഉണ്ടാകുന്നു. അവിടെ വഞ്ചിയിൽ വെള്ളം കയറുവാൻ തുടങ്ങുന്നു. അവർ അപകടത്തിലാകുന്നു. അവർ പേടിച്ച് നിലവിളിക്കുന്നു.
എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പോൾ അവരിൽ അവൻ ഉറങ്ങുന്ന സമയത്ത്, അത് കണ്ടുള്ള വ്യക്തമായ കണ്ടൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത്. അവരിൽ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ശക്തമായ കൊടുങ്കാറ്റുണ്ടായി. അതുമൂലം വഞ്ചിയിൽ വെള്ളം കയറുവാൻ തുടങ്ങി. അവർ അപകടത്തിലായി. അവർ യേശുവിനെ വിളിച്ചു നിലവിളിച്ചു, കരഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഗുരോ ഗുരോ, ഞങ്ങളിതാ നശിക്കുന്നു. അവർ പറയുന്നത് നോക്കിയാൽ യേശു അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവ പറയുന്നത് നോക്കിയാൽ, ഞങ്ങൾ ഇതാ നശിക്കുന്നു, നീ ഇത് കാണുന്നില്ലേ? അവർക്കറിയാം യേശു ഇതിൽ പെടുവാൻ പോവുകയില്ല എന്ന്. ഈ വഞ്ചി മുങ്ങിയാൽ പോലും യേശു അപകടത്തിൽ പെടുകയില്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം എന്താ, അവൻ ദൈവപുത്രനാണെന്ന് അവർക്കറിയാം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അവർ വന്നിരിക്കുന്നത്. എങ്കിലും ആ സമയത്ത് അവർ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ അവൻ ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത്. അപ്പോൾ അവർ മനസ്സിലായി എന്ത്, യേശു ഉറങ്ങുകയാണെന്ന് അവർ മനസ്സിലാക്കുകയും അവർ യേശുവിനെ വിളിച്ച് ഉണർത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയില്ല എന്നുള്ള ഘട്ടത്തിൽ പോലും അവിടെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം എന്ത്, യേശു എന്നിൽ ഉറങ്ങുകയാണെന്ന്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു വികാരം നമ്മിലേക്ക് വന്നു. ആ വികാരം നേരെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാതെ അതിനെ വിവേകം എന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന് അത് ചെയ്താൽ ഉണ്ടാകുന്ന നന്മ തിന്മകളെക്കുറിച്ച് വിവേചിച്ചറിഞ്ഞ് എന്നിട്ട് നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം യേശു, ഈ വിവേകം എന്ന് പറയുന്നത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ആ വികാരം നേരെ ഞാൻ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് പലപ്പോഴും ഞാൻ തെറ്റ് പറ്റില്ല എന്നുള്ള സംഭവത്തിൽ പോലും നമുക്ക് തെറ്റ് പറ്റാം. കാരണം എന്താണ്, മാനുഷിക വികാരങ്ങൾ പലതും തിന്മ നിറഞ്ഞതാണ്. അപ്പോൾ അതിനെ വിവേകം എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ അതിന് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ആ തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് പിന്നെ നന്മയായിരിക്കും. ഇതാണ് ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രവർത്തനത്തിൽ യേശു എന്നിൽ ഉണർന്നിരിക്കുന്നവനാണ്. എന്നിൽ ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് എന്നിൽ ഒരു വികാരം വന്നു, അത് നേരെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നതിൽ അത് യേശു എന്നിൽ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ യേശു അവരിൽ ഉറങ്ങുകയാണെന്ന് അവർ മനസ്സിലാക്കുകയും യേശുവിനെ അവർ വിളിച്ചുണർത്തുകയും, ഗുരു, ഞങ്ങളിതാ നശിക്കുന്നു, നീ ഇത് കാണുന്നില്ല എന്ന് പറയുകയും അങ്ങനെ യേശു ഉണർന്ന് കാറ്റിനെയും തിരമാലകളെയും ശാസിക്കുകയും അവ നിലയ്ക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ആ ഭാഗം. അവർ അന്യോന്യം നോക്കിയിട്ട് പറയും, ഇവനാര് കാറ്റിനെയും തിരമാലകളെയും പോലും ശാസിക്കുകയും അവ നിലയ്ക്കുകയും ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടും ഈ പ്രപഞ്ചശക്തികളുടെ മേൽ മൊത്തത്തിൽ അവനൊരു അധികാരമുണ്ടെന്നുള്ള ഒരു വസ്തുത കൂടി അവിടെ ഈ ഭാഗത്തിലൂടെ നമ്മളെ കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ എന്താണ്? ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് തെറ്റായി പോയാൽ ഞാൻ ചിന്തിക്കുന്ന ലെവലിലേക്ക് ആ ഒരു കാര്യം നമുക്ക് എത്തുവാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറപ്പായും അത് ശരിയാവും എന്നുള്ള അവസ്ഥയിൽ പോലും എനിക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം യേശു എന്നിൽ ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ യേശുവിനെ കൂടാതെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് മനസ്സിലാക്കി യേശുവിനെ ഉണർത്തി അതിന് പരിഹാരം ചെയ്യുവാനായിട്ട് ആ പ്രവൃത്തിയിലേക്ക് നല്ല ക്ലിയറായിട്ട് കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പാഠമാണ്, ഏറ്റവും വലിയൊരു ചിന്താഗതിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഇതൊരു വ്യത്യസ്തമായ ആശയമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കൂ, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. വീണ്ടും ഒരു വചനഭാഗം കാണുന്നവരെ യേശുവിൽ സ്തുതിയായിരിക്കട്ടെ.